ഹലോ ഫ്രണ്ട്സ്, പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വിഒ ചിദംബരനാഥ് പോർട്ട് അതോറിറ്റിയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ് ഈ ചിദംബരനാഥ് പോർട്ട് അതോറിറ്റി. സോ ഇതിലേക്കാണ് കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ യങ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ പ്രൊഫഷണൽ ഇന്റേൺസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സോ പ്രൊഫഷണൽ ഇന്റേൺ സ്റ്റെനോഗ്രാഫിയിലേക്കാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന പൊസിഷൻ. സോ അതിന് വേക്കൻസി 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. സോ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടൈപ്പിംഗ് അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫിയും ടൈപ്പിംഗ് അറിയണം എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 30 വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പെർ മന്ത് കിട്ടുന്ന സാലറി 30,000 ആയിരിക്കും ഓർത്തിരിക്കുക. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ ഇന്ത്യൻ ലീഗലിലേക്കാണ്. അപ്പോൾ ഇത് 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ലോയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30,000 ആയിരിക്കും പെർ മന്ത് കിട്ടുന്ന സാലറി എന്ന് ജസ്റ്റ് ഓർത്തിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കോൺട്രാക്ട് വരുന്നത് 2 വർഷത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ പീരീഡ് ഓഫ് ടെൻഡർ വരുന്നതെന്ന് ഓർത്തിരിക്കുക. സോ നിങ്ങളുടെ അതിന്റെ പെർഫോമൻസിനൊക്കെ ബേസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എഡ്യൂക്കേഷന്റെ അതുപോലെ തന്നെ എക്സ്പീരിയൻസിന്റെ കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് 6/8/2026 ബേസ് ചെയ്തിട്ടാണ് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിട്ടുള്ളത് വേണം. ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം നിങ്ങളെ ആ ഇമെയിൽ ഐ ഡി ത്രൂ ആയിരിക്കും അവർ കോൺടാക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. സോ ഇനി സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കാം. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് നിങ്ങൾക്ക് ഇന്റർവ്യൂ ബേസിസിലായിരിക്കും സെലക്ഷൻ വരുന്നത്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇമെയിൽ ത്രൂ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ അതിന് ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ സ്റ്റെനോഗ്രാഫിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റെനോഗ്രാഫിക്ക് ഇന്റർവ്യൂയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് അറിയണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ സ്യൂട്ടബിലിറ്റി. നിങ്ങൾ ഏതാണോ പൊസിഷൻ അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഓർത്തിരിക്കുക. അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഓഫ്ലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യം www.voc4.gov. എന്ന് പറയുന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം കാണിച്ചു തരാം. സോ അതിനകത്ത് നിങ്ങളുടെ ടോപ്പിലായിട്ട് റൈറ്റ് കോർണറിലായിട്ട് നിങ്ങളുടെ ഫോട്ടോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ അഫിക്സ് ചെയ്യണം റൈറ്റ് കോർണറിലായിട്ട്. സോ അതിനുശേഷം നിങ്ങൾ ഏതൊക്കെ കോപ്പീസ് ആണോ നിങ്ങളുടെ എഡ്യൂക്കേഷന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എന്തൊക്കെ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. സോ ആ കോപ്പീസിനെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ സെൻഡ് ചെയ്യാൻ. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 6/8/2026 ആണെന്ന് ഓർത്തിരിക്കുക. സോ അതിന് മുന്നേ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അവർ നിങ്ങൾ സെൻഡ് ചെയ്യണമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നുള്ളത്. സോ ഇതാണ് അതിൻ്റെ ആ ബയോഡേറ്റ. സോ ഇത് അനക്ഷർ 1 എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ ഈ ഫോമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ എവിടെയാണ് ഏത് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾ റൈറ്റ് ചെയ്യുക. അതിനുശേഷം അഡ്വർടൈസ് നമ്പർ, ഡേറ്റ് എല്ലാം കൊടുക്കുക. പ്രോപ്പറായിട്ട് ഇത് ഫില്ല് ചെയ്യുക. ദെൻ ഈ റൈറ്റ് കോർണറായിട്ട് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഫിക്സ് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണോ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക് യു.